ഇതിനു മുമ്പ് അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് പൊതുവായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നപ്പോഴാണ് മിനിസ്റ്റർ ഒരു വീഡിയോ ഇട്ട് അതിനെതിരെ സ്വാഭാവികമായിട്ട് എനിക്കെതിരെ ഒരു ആരോപണം വരും, കുറെ ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെ പൊതുവായിട്ടൊരു ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ട എന്റെ ഒരു ബാധ്യതയാണ്. പ്രത്യേകിച്ച് ഒരു നടനോ നടിയാകുമ്പോൾ മിൻസി അവരുടെ ആ ഒരു ഡ്യൂട്ടി ചെയ്തതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് അവർ പരാതി അവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് പരാതി കൊടുക്കുകയും അതിന് അങ്ങനെ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. നമ്മൾ മിൻസിക്ക് സപ്പോർട്ടീവ് ആണ്, എല്ലാവരും മിൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്, മിൻസിയുടെ കൂടെ തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. നമ്മുടെ അടുത്ത് ഒഫീഷ്യലായിട്ട് മൂവി ക്രൂവിന്റെ അടുത്ത്, പ്രൊഡ്യൂസറുടെ അടുത്തോ ഡയറക്ടറുടെ അടുത്തോ ഇത്തരത്തിലൊരു പരാതി മിൻസി ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതിന് മറുപടി പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മെയിൻ സ്ട്രീം ആളുകളുടെ അടുത്ത് അവർ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് ചിലപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ആ വീഡിയോ നിങ്ങളെ പോലെ തന്നെ കണ്ടതുകൊണ്ട് മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയുന്നത്. വിൻസി പറയുന്നത് വിൻസിയുടെ പ്രൊഡിക്ഷൻസ് ആണ്. വിൻസിക്ക് ഈ സിനിമ നന്നാകണം, സിനിമ നന്നായിട്ട് തിയേറ്ററിൽ എത്തണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സ്വയം എടുത്ത തീരുമാനങ്ങളാണ് ഇതൊക്കെ. ഇത് മറച്ചു വെക്കാം അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്നൊക്കെ ഉള്ളത് അവർ സ്വയം എടുത്ത തീരുമാനമായിരിക്കാം. ആരും വരെ പ്രഷർ ചെയ്തതോ അല്ലെ ബ്രെയിൻ വാഷ് ചെയ്തതിന്റെ ഭാഗമായിട്ടൊന്നുമല്ല. മിൻസി എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ട് പറയാൻ നല്ല നട്ടലുള്ള നിലപാടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ആളുകൾക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും പറയുന്നത് കേട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഒരു നിലപാട് മാറ്റി ഞാൻ പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി അവർക്കത് ഈ സിനിമയ്ക്ക് ദോഷമാകണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെച്ചതായിരിക്കാം. ഈ വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് ചോദ്യങ്ങൾ അവർ ഫേസ് ചെയ്തു. അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റുകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മറുപടിയായിട്ട് അവർ ആ വീഡിയോ ചെയ്തു. സ്വാഭാവികമായിട്ട് ഇത് വീണ്ടും വൈറലായി. പക്ഷേ അവിടെയും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പരാതി സ്വീകരിച്ച ആളുകൾ ആ പേര് പുറത്തു വിട്ടു എന്നുള്ളതാണ്. മിൻസിയും ആരോപിക്കുന്ന ആരോപണം അതാണ്. അല്ലാതെ മിൻസി ഈ സിനിമയ്ക്കെതിരെയോ സിനിമയ്ക്ക് മോശമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. അവർക്കത് I just want to put one statement. See, we are working on this thing. We are supporting the issue, or we are supporting the Vinci. Here, the efforts which I am putting on the movie, I will be putting more on this issue also. But I am only requesting you that please don't make the movie in a negative way. That's it. That's the only thing I want to say. But we are supporting the issue more than the film. What we are doing, our efforts. കംപ്ലൈന്റ് മേടിച്ചിട്ടുണ്ട്, ഒഫീഷ്യലി കംപ്ലൈന്റ് മേടിച്ചിട്ടുണ്ട്. 21-ാം തീയതി എല്ലാവരും മീറ്റിംഗ് കൂടും. അതിനുശേഷമേ അതിന്റെ, അതായത് ഈ വിൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അത് വിൻസിയും അടങ്ങുന്ന ഒരു കമ്മിറ്റി അവിടെ കൂടുന്നുണ്ട്. അതായത് 21-ാം തീയതി വൈകുന്നേരം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. 45 ദിവസത്തെ ഷൂട്ടിന് 39 ദിവസത്തിൽ തീർത്തു. അതിൽ 27 ദിവസം ഷൈൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ ഈ സുഭാഷ് പൊന്നോളി പേര് എനിക്ക് ആരാണെന്ന് ഈ ഫോട്ടോ കണ്ടാൽ എനിക്ക് എല്ലാവരും അറിയാൻ പറ്റും. എന്താ പറഞ്ഞത്? ആരെന്താ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം, എനിക്ക് പറയുന്ന വ്യക്തിനെ അറിയില്ല, എനിക്കറിയില്ല. ഐ മീൻ സിനിമയിൽ അഭിനയിച്ച ആളെ എനിക്കറിയാം, പേര് എനിക്ക് വ്യക്തമാവുന്നില്ല, കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. ആരെ എന്താണ് പറഞ്ഞത് കൃത്യമായിട്ട് അറിയുമ്പോഴല്ലേ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന കാര്യമുള്ളൂ. ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ ഞാൻ ചെയ്ത സിനിമയിൽ ഇഷ്ടംപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ലൈവ് വിൻസിയുമായി ബന്ധപ്പെട്ട എന്തും 21-ാം തീയതി നമ്മുടെ മീറ്റിംഗ് ഇപ്പൊ നടക്കുന്നുണ്ട്. ICC മെമ്പേഴ്സ് അടക്കം എല്ലാവരും വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, കാരണം അതൊരു വലിയ അലഗേഷൻ ആണ്. നമുക്ക് എനിക്ക് എന്റെ സെറ്റില് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. എനിക്ക് എന്റെ സെറ്റില് ബുദ്ധിമുട്ടുള്ള സെറ്റില് പടം പെട്ടെന്ന് തീരില്ല, അല്ലെ? തീരില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവും പകലും കഷ്ടപ്പെട്ടാ ചെയ്യുന്നത്. എന്റെ സെറ്റ് ഞാൻ വളരെ ചിട്ടയോടുകൂടി നല്ല അച്ചടക്കത്തോടു കൂടി തന്നെയാണ് കൊണ്ടുവരുന്നത്.